അതുപോലെ റംബുട്ടാൻ ഇതുപോലുള്ള ചെടികളൊക്കെ അതിൻ്റെ ഫലങ്ങളൊക്കെ ഇന്ന് നമ്മൾ വാങ്ങിക്കഴിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് നമ്മളതിനെ വില കൊടുത്ത് വാങ്ങാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിനെ കണ്ട് ആ പഴം കേട്ടറിഞ്ഞ് കഴിച്ച് അതിൻ്റെ രുചി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ തൈ വാങ്ങിച്ച് കൊണ്ടുപോയി നടുകയാണ്. പിന്നെ അതിനെ പരിപാലിക്കുക. അപ്പൊ ഒരെണ്ണത്തിൽ നിന്ന് പിന്നെ നമുക്ക് അടുത്ത ഒരു ചെടി വേണം തോന്നുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു പ്ലാന്റ് കൂടെ നടണം തോന്നുമ്പോൾ ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ അടർത്തി അല്ലെങ്കിൽ അതിന്റെ വിത്തെടുത്ത് അടുത്ത് നടുക. ഇതാണ് സഭാസ്ഥാപനം അല്ലെങ്കിൽ സഭയുടെ പുതിയ പുതിയ പ്രവർത്തനങ്ങളെ കുറിച്ച് വളർന്നു വരേണ്ടത്. ഇപ്പൊ നമ്മൾ വ്യക്തമായിട്ട് അറിയണം വാട്ട് ഇസ് ചർച്ച്, എന്താണ് സഭ. ചിന്താ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പഠിപ്പിക്കുന്ന വിഷയം പറഞ്ഞു, ചർച്ച് പ്ലാന്റിങ് ആൻഡ് ഗ്രോത്ത്. എൻ്റെ പഠിപ്പിക്കൽ എളുപ്പം നമ്മോട് പോകുന്നതല്ല, കുറച്ചേ പഠിപ്പിച്ചുള്ളെങ്കിലും അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ നിലയിലായിരിക്കും കുറച്ചും നമ്മുടെ ഉള്ളിൽ പണി പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ചർച്ചിന് സാധാരണ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, എക്ലേഷ്യ. അതിന് ഒരുപാട് ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിലും അത് പ്രധാനമായി നാം ഉപയോഗിക്കുന്ന അർത്ഥം, അതായത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അവിടെ ഞാൻ നിർത്തിക്കൊണ്ട് ഞാൻ മറ്റൊരു വേദഭാഗം വായിച്ച തുടർന്നു. അപ്പം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. ഏറ്റവും മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. ഞാൻ വേഗത്തിൽ അതിനുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ തോന്നുന്നു. അതിന് കൂടെ നിങ്ങൾ ഉത്തരം പറയണം. വേദപുസ്തകത്തിൽ ആകെ എത്ര പുസ്തകമുണ്ട് എന്നറിയാവുന്ന ഒരു കാര്യമല്ല. അറിയാൻ പാടില്ലാത്തവര് 66 പുസ്തകങ്ങൾ ഉണ്ട്. അതിൽ പഴയ നിയമത്തിൽ എത്രയുണ്ട്? 39. പുതിയ നിയമം അറിയാൻ വയ്യാത്തവർ എഴുതി വെച്ചോണ്ടാണ് ഞാൻ ഈ അതും കൂടെ ഒന്ന് ഇടയ്ക്ക് ചേർത്തത്. പുതിയ നിയമത്തിൽ എത്ര ഉണ്ട്? 27. ഈ രണ്ട് പുസ്തകങ്ങളുടെ ഇടയിൽ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്, ഒരു ഇരുണ്ട കാലഘട്ടമുണ്ട്. അത് 400 വർഷമാണ്. 400 വർഷത്തെ ഒരു ഇരുണ്ട കാലഘട്ടം. ഇരുണ്ട കാലഘട്ടം എന്ന് പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ദൈവവും മനുഷ്യനുമായി യാതൊരു ബന്ധവും ഇല്ലാതെയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന ഒരു 400 വർഷം. ഓക്കെ, ഞാൻ അവിടെ നിന്ന് പറയുന്നത്, ഞാനിങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും ചെയ്യുന്ന കാണുമ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നിർബന്ധമായി നിങ്ങൾ പുസ്തകക്രമം പഠിക്കണം. എത്ര പേർക്കറിയാം പുസ്തകക്രമം? കാണാതെ ചോദിച്ചാൽ നിർബന്ധമായി എൻ്റെ ക്ലാസ്സിലേക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരും ഞാൻ ഒത്തിരി പഠിക്കുകയും പഠിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് എൻ്റെ ആഗ്രഹം നിർബന്ധമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് 2-3 പേര് ഇതിനകത്ത് ദേവദാസന്മാരൊഴികെ കൈകെട്ടിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ആ പുസ്തകക്രമം അറിയത്തില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, വഴക്കം പറയത്തില്ല. പക്ഷെ പഠിച്ചുകൊണ്ട് വരണം. നമുക്ക് നമ്മുടെ ആവശ്യം, വ്യക്തിപരമായിട്ടുള്ള ആവശ്യം. ഓക്കെ,
യഹൂദന്മാരുടെ സഭയെ കുറിക്കുന്ന പദം സിനഗോഗ് എന്നാണ്. സിനഗോഗ് പഴയ നിയമത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിലെ സമിതി എന്ന അർത്ഥത്തിലാണ് സഭ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു പ്രദേശത്തിലെ പ്രത്യേകമായി കൂടി വരുന്ന ഒരു സമിതി, ആ സമിതിക്കാണ് എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ 115 പ്രാവശ്യം സഭ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എക്ലേഷ്യ എന്ന അർത്ഥത്തിൽ 115 പ്രാവശ്യം സഭ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 110 പ്രാവശ്യവും സഭയെ കുറിക്കുന്നത് ജനസംഘം, ധർമ്മസഭ, മരുഭൂമിയിലെ സഭ എന്നിത്യാദി അർത്ഥങ്ങളോടുകൂടിയാണ്. ഒന്നുകൂടെ പറയാം കേട്ടോ. പുതിയ നിയമത്തിൽ 115 പ്രാവശ്യം സഭ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 110 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യസ്ത അർത്ഥത്തോടു കൂടിയാണ്. ജനസംഘം, ധർമ്മസഭ, മരുഭൂമിയിലെ സഭ. സ്പീഡ് കൂടിപ്പോയോ? ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു. പറഞ്ഞ നന്ദിയുണ്ട്. ദൈവത്തിന്റെ എവിടെ തന്നെ എഴുതിയിട്ട് വന്നാൽ ബാക്കി പറയാം. വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 19:32 ജനസംഘം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19:32 ജനസംഘം. ഏതെങ്കിലും എടുത്തൊന്ന് വായിക്കണമെങ്കിൽ വായിച്ചോളാം. സ്വന്തം 39 ധർമ്മസഭയെന്നും ധർമ്മസഭയെന്നും. പ്രവൃത്തിയുടെ പുസ്തകം 2-38 വാക്യത്തില് മരുഭൂമിയിലെ സഭയെന്നും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ സഭ എന്ന വാക്ക് 90% ഉപയോഗിച്ചിരിക്കുന്നത്, പുതിയ നിയമത്തിലെ സഭ എന്ന വാക്ക് 90% ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലുമാണ്. അത് പ്രധാനമായിട്ട് വേഗം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, പുതിയ നിയമത്തിലെ സഭ എന്ന വാക്ക് 3 ഭാഗത്താണ്. 1 അപ്പോസ്തല പ്രവൃത്തികളിൽ, 2 ലേഖനങ്ങളിൽ, 3 വെളിപ്പാട് പുസ്തകത്തിലാണ്. സുവിശേഷങ്ങളിൽ സഭ എന്ന പദം മത്തായിയുടെ സുവിശേഷത്തിൽ 3 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 3 പ്രാവശ്യമാണ് സഭ എന്ന പദം ഉപയോഗിച്ചത്.
മരുഭൂമിയിലെ സഭ എന്ന് പറഞ്ഞ ഉൽപ്പത്തിയല്ലേ? ഉൽപ്പത്തിയല്ലേ? റെഫറൻസ് 2:38 വായിച്ച്. പത്രോസവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവിടെ ആദ്യമായിട്ടുള്ള സഭയാണ്. അവിടുത്തെ പ്രസംഗം ആ സഭയ്ക്കും കൊടുത്തിരിക്കുന്ന പേരാണ് മരുഭൂമിയിലെ സഭ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത തരിശായ ഒരു അനുഭവത്തിൽ ആദ്യമായിട്ട് സഭ എന്ന പദം വരുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പദം അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് പുതിയ നിയമത്തിൽ സഭ എന്ന വാക്കില്ലാത്ത 10 പുസ്തകങ്ങളുണ്ട്. സഭ എന്ന പദം ഒട്ടുമേ ഉപയോഗിക്കാത്ത 10 പുസ്തകങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, രണ്ട് തിമോത്തിയോസ്, തീത്തോസ്, 1-2 പത്രോസ്, 1-2 യോഹന്നാൻ, യൂദ. ഒരിക്കൽ കൂടെ പറയാം. സുവിശേഷങ്ങൾ മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 2 തിമോത്തിയോസ്, തീത്തോസ്, 1-2 പത്രോസ്, 1-2 യോഹന്നാൻ, യൂദ. അപ്പോൾ നമുക്ക് ഒരു വാക്യം 1 പത്രോസിന്റെ ലേഖനത്തിൽ 5:13 സഭ എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 1:13 രേഖകളോ 5:13 1 പത്രോസ് 5:13 നിങ്ങളുടെ സഹവതിയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും. ബാബിലോണിലെ സഭയുടെ കൊടുക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. സഹവൃതന്മാർ നിങ്ങൾക്ക്. അവിടെയാണ്, അങ്ങനെയാണ് ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്കിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സഹവൃതന്മാർക്ക് വന്ദനമെന്നാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് സഭ എന്ന പദം കൂടെ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. 1 പത്രോസ് 5:13 സഭ എന്ന പദം ഉണ്ട്. അതിന് ഗ്രീക്കിൽ സഹവൃതന്മാർ എന്ന, അവർക്ക് വന്ദനം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഗ്രീക്കിൽ. ഓക്കെ, ഇപ്പൊ ഏറെക്കുറെ സഭയുടെ ഒരു കൊച്ചു ഔട്ട്ലൈൻ നമുക്ക് കിട്ടി. സഭയിൽ എപ്പോഴാണ് ഒരാൾ അംഗമായി തീരുന്നത്? ഒട്ടുമിക്ക വിശ്വാസികളും പറയുന്നത് സ്നാനപ്പെട്ടെന്ത് ചെയ്യുന്നു സഭയോട്. എന്നാൽ വേദപുസ്തകം അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം ആരാണ് ആദ്യം സ്നാനപ്പെടേണ്ടത്? മാനസാന്തരപ്പെടുന്നത് അല്ലേ? അങ്ങനല്ലേ 2:47 വായിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം?
എന്താണ് മാനസാന്തരം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? മാനസാന്തരം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വെറുതെ നമ്മള് മാനസാന്തരം എന്ന പദം ഉപയോഗിച്ച് പലപ്പോഴും നമ്മൾ ഇന്നത്തെ സഭയൊക്കെ ഈ നിലയിൽ ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ കാരണം മറ്റു ചില പദങ്ങളാണ് വേണ്ടിയത്. ഞാനത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. സഭ എന്ന ആ അനുഭവം, അപ്പൊ അതിനകത്ത് അംഗമാകേണ്ട ഒരാൾ വാസ്തവത്തിൽ ഒന്നാമത്തേത് മാനസാന്തരം. മാനസാന്തരം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എബൌട്ട് എന്ന പദമാണ് അതിന് ഏറ്റവും യോഗ്യം. എബൌട്ട് നമുക്കറിയാം, നമ്മളെ സ്കൂളിലൊക്കെ PT ക്ലാസ്സില് നമ്മളെ NCCയുടെ അധ്യാപകരൊക്കെ അല്ലെങ്കിൽ PT-യുടെ അധ്യാപകരൊക്കെ വന്നിട്ട് സ്റ്റാൻഡേർഡ് അറ്റൻഷൻ എബൌട്ട് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ അർത്ഥത്തിൽ അതിനെ എടുക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് ടേൺ എബൌട്ട് എന്ന ആശയം തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എബൌട്ട്. ഇനി നമുക്കതവിടെ ഒന്ന് ഒരു അല്പസമയം നിന്ന് ചിന്തിച്ചിട്ട് വേണം അടുത്ത ചിന്തയിലേക്ക് പോകാം. എന്താണ് മനസ്സിലാക്കുക? നമുക്ക് അത് പറയുന്നത് ചോദിക്കുന്നതിന് മുമ്പ് അടിസ്ഥാന ഉപദേശങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് 2 ഭാഗങ്ങളിലാണ്. ക്രമമായിട്ട് അല്ലാതെയും ചെറിയ വ്യത്യസ്ത നിലയിൽ അതിനെ എഴുതിയിട്ടുണ്ട്. ക്രമമായിട്ട് കുറച്ചൊക്കെ എഴുതിയിരിക്കുന്നത് 1 പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായം 42 മുതൽ 37 മുതൽ 47 വരെയാണ്. 37 മുതൽ 47 വരെയാണ്. അപ്പൊ ഈ എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നിത്യ മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ ഇമ്പങ്ങളിലും മോഹങ്ങളിലും ചതികളിലും വഞ്ചനയിലും എന്ന് വേണ്ട എല്ലാ തരത്തിലും ലോക മനുഷ്യനായി നിത്യ മരണത്തിലേക്ക് നടക്കുന്ന ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്റെ ഫ്രണ്ടിൽ വന്ന ഒരു സന്ദേശം എന്ന് പറയുന്നു, നീ നിത്യ മരണത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ യാത്ര നിന്റെ ആത്മാവിന് നിത്യ മരണം സംഭവിക്കും. അത് പെടാതെ നീ രക്ഷിക്കപ്പെടുന്നു എങ്കിൽ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നു എങ്കിൽ ടേൺ എബൌട്ട് എന്ത് ചെയ്യണം? നേരെ തിരിയണം. തിരിയുന്നത് എങ്ങോട്ടാണ്? ദൈവത്തിങ്കലേക്ക്, നിത്യജീവങ്കലേക്ക്. പിന്നെ നമ്മളിവിടുന്ന് വാക്കിങ്ങ, ഇവിടെ നമ്മൾ നടക്കുക. എങ്ങോട്ടാണ് നടക്കുന്നത്? എങ്ങോട്ടാണ് നടക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് എഴുതി, ചുമ്മാതെ ഇതൊന്നും എഴുതിക്കൊണ്ട് മാത്രം പോയാൽ പോരാ. എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കൂടെ പതിയേണ്ട സാധനമായിരുന്നു. നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ജീവനുണ്ട്, അല്ലേ? വാസ്തവത്തിൽ ആ ജീവൻ ആരുടെ ജീവനാണ്? കേട്ടില്ല? കർത്താവിന്റെ ജീവശ്വാസമോദി ആ ആത്മാവ് നമ്മളെല്ലാ മനുഷ്യരുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് എല്ലാ മതക്കാരും ഒരു മതമില്ലാത്തവനും ദൈവമേ വിളിക്കാൻ അറിഞ്ഞോ അറിയാതെയോ അവനെ പ്രേരിപ്പിക്കും. ഞാൻ പുരുവമല എന്ന് പറയുന്ന ആദിവാസികളുടെ ഒരു ഏരിയ നെയ്യാർഡാമിലെ ട്രിവാൻഡ്രത്തെ നെയ്യാർഡാമിന്റെ അവരുണ്ട്. ഞാൻ ആ ആദിവാസികളുടെ ഊരുകളിലൊക്കെ ഒരു സുവിശേഷം പറയാൻ പോയി.
അപ്പൊ അവരെ കുറിച്ചുള്ള എനിക്കൊരു അറിവ് വന്നത് ഇങ്ങനെയാണ്. അവര് രാത്രിയാകുമ്പോൾ ആ വനത്തിനകത്ത് വിറകെല്ലാം കൂട്ടിയിട്ടിട്ട് തീ കത്തിച്ചിട്ട് കള്ളും കുടിച്ചിട്ട് അതിന് ചുറ്റും നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും തുള്ളിച്ചാടിയിട്ട് ഈ മലദേവനെ ആരാധിക്കുന്ന ഒരു ആരാധന രീതിയുണ്ട്. നോക്കി, ഒരു വിദ്യാഭ്യാസമില്ല, ഒരു അറിവുമില്ല, ഒന്നുമില്ലാത്ത, ചുവന്നേര് വസ്ത്രം പോലും ധരിക്കാത്ത, സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാത്ത അങ്ങനെ ഒരു കൂട്ടർ പോലും അറിഞ്ഞോ അറിയാതെയോ ദൈവമേ എന്നൊരു ചിന്ത, സങ്കല്പം അവരുടെ ഉള്ളിൽ വരാൻ കാരണം ഇങ്ങനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ജീവശ്വാസം ദൈവം ഊതിക്കൊടുത്തോണ്ടാണ്. ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് അവരുദ്ദേശിക്കുന്നതിന്റെ കാരണവും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മള് എബൌട്ട് ടേൺ തിരിഞ്ഞ് നമ്മള് നിത്യജീവങ്കിലേക്ക് അടുക്കുകയാണ്, നടക്കാൻ തുടങ്ങി. ഇതിനാണ്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനാണ് എന്ത് പറയുന്നത്? മാനസാന്തരം. ഇനി നമ്മൾ തന്നെ അത് പരിശോധിച്ചാൽ മതി, നമ്മൾക്ക് എത്ര മാനസാന്തരം. 33 വർഷം കഴിഞ്ഞു, 35 വർഷം കഴിഞ്ഞു. കൃപയാൽ ഞാൻ ഈ അനുഭവത്തിൽ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാനസാന്തരമുണ്ടെന്ന് എനിക്ക് മാത്രമേ എൻ്റെ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. എൻ്റെ പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിയത്തില്ല. നിങ്ങൾ പറയും നല്ലതായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, നല്ല കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര ശതമാനം മാനസാന്തരം ഈ 35 വർഷം കൊണ്ട് വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിലയിരുത്തുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ് ദൈവസഭയുടെ പുതിയ പ്ലാന്റേഷൻ അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങൾ, അത് വളർച്ച, ഈ 2 വിഷയമാണെങ്കിൽ സഭ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ തമ്പുരാൻ വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാണെങ്കിൽ ആ കൂട്ടം എങ്ങനെ ഞാൻ നയിക്കണം, നടത്തണം. നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകൾ അതും ചിന്തിക്കാൻ അവസരങ്ങളുണ്ട്. എന്നാൽ മാനസാന്തരം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ദൈവസഭയ്ക്കകത്ത്, നമ്മുടെ ദേശത്തില്, നമ്മുടെ ചുറ്റുപാടുകളിൽ എത്ര നമുക്ക് മാനസാന്തരം വന്നിട്ടുണ്ട് ചിന്തിക്കണ്ടേ? ശ്വാസി എന്ന പേരുകൊണ്ട് സാധാരണ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്. ഞാൻ പറയാറുള്ള ഒരു കാര്യം, ഒരു പദം നെയ്യപ്പം. ഇന്നും പേരെന്താണ്? നെയ്യപ്പം. നെയ് ലേശം പോലും ഇല്ലെങ്കിലും പേരിനെന്തില്ല മാറ്റം. ഇതുപോലെയാണോ ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്തിന്റെ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവരുടെ ജീവിതം? ഇല്ലെങ്കിൽ അതും കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള സുവർണ്ണ അവസ്ഥ ഈ വേദപഠനമെന്ന് നിങ്ങളുടെ ഒന്ന് മാനസാന്തരപ്പെടണം, 2 7 അടിസ്ഥാന ഉപദേശം ഉണ്ടല്ലേ? ആണോ? അടിസ്ഥാന ഉപദേശങ്ങൾ എത്ര ഉണ്ട്? 7. അതിൽ ഒന്നാമത്തേത് മാനസാന്തരപ്പെടുക, 2 സ്നാനപ്പെടുക, 3 അഭിഷേകം പ്രാപിക്കുക, 4 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, 5 കൂട്ടായ്മ ആചരിക്കുക, 6 അപ്പം നുറുക്കുക, 7 ആരെങ്കിലും എഴുതിയെടുക്കണമെങ്കിൽ വേഗം എഴുതിയെടുക്കണം. പ്രവചന പുസ്തകം 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വേദഭാഗങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതും എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ ശരിയാണെങ്കിൽ 5-ാമത്തെ വാക്യം 6 വാക്യം വരെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.
ക്രമമായി. അറിയാവുന്നവർ അറിയാത്തവർക്ക് അടുത്തിരിക്കുന്ന തെറ്റ് കൂടാതെ എഴുതി ചേർക്കാൻ അവരെ സഹായിക്കും. എഴുതിയോ? പിന്നെ ഒന്നുകൂടെ റെഫറൻസോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ 47 വരെയും എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങൾ. വായിക്കാമോ? എഴുതിയില്ല. എഴുതുന്നോ? എഴുതെങ്കിൽ എല്ലാവർക്കും എഴുതണോ? എഴുതണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുകൂടെ പറയണം. 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മാഭിഷേകം. എല്ലാവരും കൂടെ പറയണേ. ആദ്യത്തെ 3 നമുക്ക് ഒന്നുകൂടെ പറയാം. എല്ലാവരും കൂടെ പറയണം. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, 5 കൂട്ടായ്മ ആചരിക്കുക, 6 അപ്പം നുറുക്കുക, 7 പ്രാർത്ഥന കഴിക്കുക. ഇനി എഴുതി തീരാത്തവരുണ്ട്, വേഗം എഴുതി. എഴുതിയല്ലോ. ഓക്കെ. അപ്പൊ നമ്മള് ഈ 7 അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാമത്തേത് പറഞ്ഞു. എന്താണ് മാനസാന്തരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എത്ര പേർ തിരിഞ്ഞു എന്ന് അവരവരുടെ പ്രവൃത്തികൾ, ചിന്തകൾ, സ്വഭാവങ്ങൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തി വേണം. സഭയ്ക്കകത്തും പുറത്തും നമ്മൾ എങ്ങനെയാണ് ജാതികളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നത്, ഞാൻ അവനെ പോലെ അല്ല എന്ന പരീക്ഷൻ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അല്ലേ? നമ്മളെ ക്രൈസ്തവരെ നോക്കിയിട്ട് നമ്മൾ എന്തെല്ലാം അവരെ പറയാറുണ്ട്. പറയുമ്പോൾ നമ്മളിൽ എന്ത് നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് അവൻ നമുക്കൊരു ബോധം വേണം. അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ തയ്യാറാകണം. മൂന്നാമത്തേത്, രണ്ടാമത്തേത് സ്നാനം. എന്താണ് സ്നാനം? എന്താണ് സ്നാനം? അറിയാവുന്നൊരു കൈ ഉയർത്തുക. എന്താണ് സ്നാനം? ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്? എന്ത് വിശ്വസിക്കണം? യേശു ക്രിസ്തു പാപപരിഹാരകനാണെന്ന് മാത്രമാണ് പറഞ്ഞാൽ മതി. ഒറ്റ വാക്യം പറഞ്ഞെത്തിയിരുന്നാണോ? പിന്നെ എന്റെ പാപത്തിന് വേണ്ടി സ്വർഗസിംഹാസനം വെടിഞ്ഞ് താണഭൂമിയിൽ വന്ന് പാപമൊഴികെ സകലത്തിലും എന്നെ പോലെ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരും. എന്നിൽ വിശ്വസിക്കുന്നവനെ ചേർക്കുവാൻ. അത്രയും വിശ്വസിക്കുന്ന ഒരാളിനെ മാത്രമേ എന്ത് ചെയ്യാവൂ?
അപ്പൊ എങ്ങനെയാ സ്നാനം ഏതർത്ഥത്തിലാണ് സ്നാനം? ഇനിയും ഇത്രയും മനസ്സിലാക്കാതെ അങ്ങ് സ്നാനപ്പെട്ടു, വീണ്ടും നമുക്ക് സ്നാനപ്പെടുത്താമോ? ഇനിയിപ്പോ കുറച്ചും കൂടെ പഠിച്ച് ഒന്നുകൂടെ അങ്ങ് സ്നാനപ്പെടാമെന്ന് വിചാരിച്ചാൽ മുതിർന്ന സ്നാനം രണ്ടാമത് പാടില്ല. എന്നാൽ ഉപദേശം പൂർണ്ണമായി കേട്ട് അറിഞ്ഞ് വിശ്വസിക്കാതെ സ്നാനപ്പെട്ടവരെ വീണ്ടും സ്നാനപ്പെടുത്തിയതായി വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ? പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഏറ്റ സ്നാനം ഏതായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റത് എന്ത് വിഷയത്തിലാണ് അവിടെ സ്നാനത്തിന് ചോദ്യം വന്നത്? പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട്